വല്ല ഓട്ട മത്സരത്തിനും കൊണ്ടിട്ടിരുന്നെങ്കിലേ ഫസ്റ്റ് പ്രൈസ് കിട്ടിയേനെ. നിങ്ങളൊന്ന് നോക്കിക്കേ. കറണ്ടിന്റെ ഉപയോഗം കുറച്ചാലേ മീറ്ററിന്റെ ഓട്ടോ നീ പിന്നെ നടക്കാൻ തുടങ്ങും. ഈ വീട്ടിലെ ഉപയോഗം വെച്ച് നോക്കുവാണെങ്കിലേ ഈ മീറ്റർ ഓടുന്ന പോയിട്ട് അനങ്ങത്ത് പോലും ഇങ്ങനെ അനങ്ങാണ്ടൊക്കെ നിന്നേനെ. നിങ്ങൾ മര്യാദയ്ക്കൊന്ന് നോക്കിക്കേ. തെറ്റുമല്ലോ പറ്റിയതായിരിക്കും. എനിക്ക് തെറ്റൊന്നും പറ്റത്തില്ല ചേച്ചി. എല്ലാ മാസവും അവസാനം ഏത് വീട്ടിൽ പോയാലും എല്ലാവരുടെയും സ്ഥിരം ഡയലോഗ് ഇതാ. ഇവിടെ എത്ര ഉപയോഗം ഉണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പാടില്ലേ? ഇങ്ങനെ പോയ പാവങ്ങൾ എങ്ങനെ ജീവിക്കും? ബില്ല് വരുമ്പം എല്ലാരും പാവങ്ങളാണ്, ഇല്ലെങ്കിൽ എല്ലാവരും പണക്കാരാ. ഈശ്വര, ഇന്നത്തെ കാലത്തെ മര്യാദക്കൊന്നും പട്ടിണി കിടക്കണമെങ്കിൽ 1000 രൂപ ചെലവാണ്. പിന്നെയാണ് ഇവിടെ ജീവിക്കാൻ. ചേച്ചി അപ്പൊ ഈ കാലത്തൊന്നും അല്ലേ ജീവിക്കുന്നത്? കാശുണ്ടാക്കാൻ എന്തെല്ലാം വഴികളുണ്ട് ചേച്ചി. ചേച്ചി ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത്. നമ്മൾ ആദ്യ കാലത്തല്ലേ ജീവിക്കുന്നേ. മൊബൈലിലേക്ക് മെസ്സേജ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഉദ്ദേശിച്ചത്. റമ്മി കളിച്ച് കാശുണ്ടാക്കാം മൊബൈലിൽ. പിന്നെ മൊബൈലിട്ട് മെസ്സേജ് വരും, അതിന് മറുപടി കൊടുക്കുക. ഏത് മണ്ടന്മാർക്കും പറയാൻ പറ്റുന്ന മറുപടിയാണ്. അങ്ങനെ കാശുണ്ടാക്കാം. പിന്നെ ചില മെസ്സേജ് വരും, നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതി, അങ്ങനെ കാശുണ്ടാക്കാം. ഉദ്ദേശിച്ചത്. അതെ, എന്നിട്ട് വേണം നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയൊക്കെ പോകാനായിട്ട്. താൻ ഈ ഇല്ലാത്ത ഐഡിയ ഒന്നും പറഞ്ഞു കൊടുക്കില്ലേ. ഒന്നാമത് ഇവള് ബുദ്ധൂസാണ്. ഇനി താൻ ഓരോ ഐഡിയ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ചെന്ന് കുഴി ചാടണം. എന്റെ പൊന്നോ, ഫ്രീ ആയിട്ട് ഒരു ഐഡിയ കൊടുക്കാന്ന് പറഞ്ഞപ്പോ നമ്മള് പോണേ. വലിയ കിട്ടിയോ നോക്കിയോ മണി? ഈ ഓൺലൈൻ എന്നൊക്കെ പറഞ്ഞല്ലേ മൊത്തം തട്ടിപ്പാ, തരികിടകളാ. അതിലൊന്നും ചെന്ന് വീടല്ലേ കണ്ട വില്ലമോണ്ട് കണ്ട. അതെ, ഇന്നത്തെ കാലത്ത് മര്യാദയ്ക്ക് ജീവിക്കണമെങ്കിലേ വല്ല തരികിടയൊക്കെ അറിഞ്ഞിരിക്കണം. കണ്ട വില്ലമോണ്ട്. അത് നീ എന്തോന്നു പുതിയ തരികിട വല്ലതും ഉണ്ടാക്കാൻ പോണേ? ഞാൻ തരികിടൊന്നും ചെയ്തില്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ മാർഗം കണ്ടെത്തിയില്ലെങ്കിലേ ബുദ്ധിമുട്ടിലാവും. എടി അതെ, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ആൾക്കാർ കൂടുതലല്ലേ, അപ്പൊ അതുകൊണ്ട് ഉപയോഗം കൂടി കറണ്ട് ബില്ലും കൂടി എത്രേ ഉള്ളൂ. അത് തന്നെയാ ഞാൻ പറഞ്ഞ രവിയുടെ ഉള്ള വരുമാനത്തിലല്ലേ നമ്മൾ തട്ടിമുട്ടി ജീവിച്ചു പോണത്. ഇങ്ങനെ കൂടെ എന്ത് ചെയ്യും? എന്ത് ചെയ്യണം? ചെയ്യണം. അതെ, ഇവിടെ ആൾക്കാർ എണ്ണം കൂടിയില്ലേ, അപ്പൊ ചെലവ് ആരൊക്കെയായിട്ടുള്ളതെന്ന് വെച്ചാൽ ഷെയർ ചെയ്തെടുക്കണം. ശ്രീകുട്ടിയെ SI ആണ്, നല്ല വരുമാനം ഉള്ളതാ. നീ ഇലക്ട്രിസിറ്റി ബില്ലിന്റെയും കൂടെ വരുമാനം എടുക്കണം, ഷെയർ വാങ്ങിക്കണം. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ അതൊക്കെ മോശമാണ് മണി. അയ്യോ, എന്ത് മോശം? അതെ, ഈ വീട്ടിലെ ഗൃഹനാഥ ഞാനാണെങ്കിലേ ഞാൻ പറയുന്നത് എന്റെ അന്ത്യശാസനങ്ങളാണ്. എന്തോന്ന് മണി, നീ ഇങ്ങനെ പുതിയ പുതിയ ശാസനങ്ങളൊന്നും വേണ്ട, ഉള്ളതിനെ നേരെയാക്കി നോക്ക്. ഉദാഹരണത്തിന് ഇപ്പൊ കറണ്ട് ബില്ലാണല്ലോ കൂടിയത്, അടുത്ത പ്രാവശ്യം ബില്ല് കുറയ്ക്കണം. എങ്ങനെ? കറണ്ടിന്റെ ഉപയോഗം കുറയ്ക്കണം, അതാണ് വേണ്ടത്. ഭഗവതി, പാഴ് ചെലവ് കുറയ്ക്കണം. ഇപ്പൊ എന്തോന്ന്? എന്തിനാ പാട്ട് ഓഫ് ചെയ്തേ? ഒരു മൂലയിൽ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിട്ട് ഇത്രയും ലൈറ്റ് ഫാൻ ഇടേണ്ട ആവശ്യമുണ്ടോ? പാട്ട് നിങ്ങൾക്ക് മാത്രം കേൾക്കാൻ വെച്ചാ പോരെ? അടുത്ത ഉറക്കം വെക്കേണ്ട ആവശ്യം എന്താണ്? എന്ത് മണി രാവിലെ തന്നെ ചൂട്? അല്ല, അപ്പൊ നീ ഇതൊന്നും അറിഞ്ഞില്ലേ? എന്തോന്ന്? ഒന്നും അറിഞ്ഞിട്ടില്ല. ഇല്ല. നമ്മുടെ വീട്ടില് പേയിങ് ഗസ്റ്റ് ആയിട്ട് ഇപ്പൊ താമസിക്കുന്ന ശ്രീകുട്ടി ഇപ്പൊ ആരാ? 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 അല്ല, ആരാ നീ? അതാ ഞാനും ചോദിക്കുന്ന ആരാന്ന്. അല്ല, ആരാന്ന്? ആ, അവളിപ്പോ CI ഓഫ് പോലീസ് ആണ്, സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. പ്രൊമോഷനായി. പ്രൊമോഷൻ കിട്ടിയല്ലേ? അതിന്റെ വകയായിട്ട് ഇപ്പൊ കേക്ക് വരും മുറിക്കാനായിട്ട്. അതുകൂടാതെ ശ്രീകുട്ടി വകയായിട്ട് പായസവും ഇവിടെ ഉണ്ടാക്കും. അപ്പൊ ഗ്യാസിന്റെ കാര്യം തീരുമാനായി. അതെ, എല്ലാ വീട്ടിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വരും. ഒന്നുകിൽ ബർത്ത്ഡേ വരും, അല്ലെങ്കിൽ ആനിവേഴ്സറി വരും, അല്ലെങ്കിൽ പ്രൊമോഷൻ വരും, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ജയിക്കും. അതിനൊക്കെ ഇങ്ങനെ ദൂർത്തടിക്കേണ്ട ആവശ്യമുണ്ടോ? അയ്യോ, നിസാര കേക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അമ്മ ദൂർത്തടി എന്ന് പറയുന്നത്. ഇത് കട്ട അസൂയ. അമ്മയ്ക്ക് പ്രൊമോഷൻ കിട്ടാത്തതിന്റെ അസൂയ. പ്രൊമോഷൻ കിട്ടണമെങ്കിൽ ജോലി വേണം അല്ലേ? അതെ, ജോലി കിട്ടാഞ്ഞിട്ടല്ല, ജോലി വേണ്ടാന്ന് വെച്ചിട്ടാ. അല്ലെങ്കിൽ തന്നെ പുലിനട വീട്ടുകാർക്ക് ജോലി ചെയ്ത് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. IASന്റെ അവസാന പേപ്പർ വരെ അവൾ എഴുതിയ, പക്ഷെ കിട്ടിയില്ല. എന്നിട്ടാണല്ലോ നമ്മൾ അംബാനിയെ പോലെ ജീവിക്കുന്നത്. വരുന്ന ഇവിടുത്തെ അംബാനി. അതെ മോളെ, ഈ അംബാനി ഉറങ്ങുമ്പോഴേ കണ്ണടയ്ക്കും, ഈ രവി ഉറങ്ങുമ്പോഴും കണ്ണടയ്ക്കും. അതുപോലെ അംബാനി ഊണ് കഴിക്കുമ്പോ ബാധ ഉറക്കും, രവി ഊണ് കഴിക്കുമ്പോഴും ബാധ ഉറക്കും. മനസ്സിലായ? അപ്പൊ പിന്നെ രവിയായിട്ടങ്ങ് ജീവിച്ചാ പോരെ. സത്യം. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. അതായത് അംബാനി പലചരക്ക് വാങ്ങിക്കാൻ വേണ്ടി ഫ്ലൈറ്റിലായിരിക്കും പോകുന്നത്, പക്ഷെ അളിയൻ പലചരക്ക് വാങ്ങിക്കാൻ വേണ്ടി എത്ര മണി ഓട്ടിയാലും അതിന് തോന്നുമ്പോ സ്റ്റാർട്ട് ആകുന്ന സ്കൂട്ടറിലായിരിക്കും പോകുന്നത്. അങ്ങനെ ഇപ്പൊ രവിയേട്ടനാരും കളിയൊക്കൊന്നും വേണ്ട. ഈ മണിക്കുട്ടി വിചാരിച്ച ഈ മുറ്റത്തും കിടക്കും ഒരു ഫ്ലൈറ്റ് കാണണോ?
അത് പുലിനാടക്കാരും കൂടി തീരുമാനിക്കണം. അങ്ങനെ പുലിനടക്കാർ മാത്രം തീരുമാനിച്ചാ പോരല്ലോ, നിങ്ങളുടെ അച്ഛനും കൂടെ സമ്മതിക്കണ്ടേ? അച്ഛൻ വലിയ അഭിമാനിയല്ലോ, സമ്മതിക്കില്ലല്ലോ. അതെ, നമ്മൾ വേർത്തുണ്ടാക്കുന്ന പൈസ കൊണ്ട് എന്ത് വാങ്ങിച്ചാലും അതിനൊരു മഹത്വം ഉണ്ട്, അറിയോ? ആ മഹത്വം പുലിനട വീട്ടുകാർക്ക് അറിയില്ലല്ലോ. അതന്നെ ഒന്ന് കൊള്ളിച്ച് പറഞ്ഞാണല്ലോടി. എന്താടി പുലിയാട വീട്ടിലേ ഈ മണിക്കൂറിന് എന്താ കുറവ്? എന്റെ കളരിയില് നൂറുകണക്കിന് ശിഷ്യരുണ്ട്. ആ കളരിയുടെ പ്രൊപ്പറേറ്ററാണ് ഞാൻ. ഓ, അപ്പൊ എല്ലാവരും അവനവന്റെ ജോലിയുടെയും കൂലിയുടെയും ഒക്കെ കണക്ക് പറഞ്ഞല്ലോ. എനിക്ക് മാത്രം ഒന്നും പറയാനില്ലല്ലോ, കാരണം ഞാൻ ജോലിക്കൊന്നും പോയില്ലല്ലോ. എന്റെ മക്കളെയും ഭർത്താവിനെയും നല്ല രീതിയിൽ നോക്കാനായിട്ട് ഞാൻ വീട്ടിലായിരുന്നു. അതുകൊണ്ട് നമുക്കിപ്പോ വിലയില്ല, എല്ലാവർക്കും കുറ്റമായി പുച്ഛമായി അല്ലേ? പക്ഷെ മണിക്കൂട്ടൻ ചേരുന്നെന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഒന്നുമില്ലായിരുന്നു, ചേട്ടന്റെ അരുമ പെങ്ങളല്ലായിരുന്നോ ഞാൻ? അല്ലെങ്കിലും എനിക്കറിയാം, പുതിയ പെയിൻ ഗസ്റ്റുകളൊക്കെ വരുമ്പോ പഴയ പെങ്ങളോട് വില ഉണ്ടാവില്ലല്ലോ. അതിന് ഞാൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? അല്ല, അതിന് പുതിയ പെയിൻ ഗസ്റ്റ് പഴയ പെങ്ങളെ എന്നൊക്കെ എന്തിനാ പറയുന്നേ? അയ്യോ അളിയ, അതൊന്നുമല്ല കാര്യം. അവളെ ഷോക്ക് അടിച്ച് നിൽക്കുക. അളിയ വല്ലതും പറഞ്ഞു കാണും. ഞാൻ പറഞ്ഞതല്ല, അതാ കറണ്ട് ബില്ല് വന്ന് കണ്ടോ, അത് കണ്ടു ഞെട്ടി നിൽക്കാന്നേ. കൂടുതലാണ് ഈ മാസം കൂടുതലാ, അതാ പറഞ്ഞ ഷോക്ക് അടിച്ച് നിൽക്കാന്ന്. കുഴപ്പമില്ലെന്നേ, 2 ദിവസം കഴിയുമ്പോൾ നോർമൽ ആയിക്കോളൂ. ഓ, അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് മാറത്തൊന്നും ഇല്ല. ഇന്നിപ്പോ കറണ്ട് ബില്ല് വന്നു, 2 ദിവസം കഴിയുമ്പോ വെള്ളത്തിന്റെ ബില്ല് വരും, ഫോണിന്റെ ബില്ല് വരും, പലചരക്ക് കടയിൽ ബില്ല് വരും, അവിടെ പാലിന്റെ ബില്ല് അതിന്റെ കൂടെ ചേർന്ന് വരും. ഇപ്പൊ പിന്നെ കാത്തുന്റെ വീട്ടിൽ നിന്ന് പശുപാലും കൂടെ വരുത്തല്ലോ, അതുണ്ടെങ്കിലല്ലേ എല്ലാവർക്കും കുടിക്കാൻ പറ്റുള്ളൂ, സൗന്ദര്യം വരുള്ളൂ. ഇതിനെല്ലാം കൂടെ ചേർന്നേ ഇങ്ങനെ ഒറ്റ വരുമാനമാണുള്ളത്. ഒരു മിനിറ്റ്, ഫോൺ വരുന്നു. ആ, പൈസയുടെ കാര്യം പറയുമ്പോ ഫോൺ ബില്ല് വരും. കേക്ക് ഇപ്പൊ വരും, പെട്ടെന്ന് വരണം. ഓ, SP വന്നിനി നമ്മളൊന്നും പറയണില്ല. ദേഷ്യം വന്നിട്ട് വയ്യ. ഈ അമ്മക്ക് എന്ത് മതം ഇളകിയ? മക്കളെ, മതയാനായിരുന്നാലും തളയ്ക്കായിരുന്നു, ഇത് ഐറ്റം വേറെയാണ്. അല്ല, എന്നാലും അളിയൻ സ്വന്തം ഭാര്യ മതയാനെ എന്നൊക്കെ വിളിക്കാന്ന് പറഞ്ഞ ശരിയായ കാര്യമില്ല. അല്ല, അളിയൻ അങ്ങനൊന്നും പറയരുത്. എന്റെ പെങ്ങളല്ലേ അത്. അളിയന് പെങ്ങളായി പ്രശ്നം. പിന്നെ പാവമാണ്, ഞാൻ നോക്കട്ടെ, ദേഷ്യപ്പെട്ട. അല്ല, എന്നാലും മതയാനെ എന്ന് വിളിച്ച കാര്യം ഞാൻ ചുമ്മാ അളിയാ.